ഇങ്ങനെ ഇരിക്കുന്ന ബുക്കിന് നമുക്ക് ഇങ്ങനെ ആക്കി എടുത്താലോ? ഭയങ്കര സിമ്പിളാണ്. കാണുന്ന മാതിരി ഇങ്ങനെ സ്റ്റിക്കർ ഒട്ടിക്കൽ തന്നെ പരിപാടി. പക്ഷേ സ്റ്റിക്കർ നമ്മൾ ഉണ്ടാക്കിയതാണെന്ന് മാത്രം, വാങ്ങിയതല്ല. പിന്നെ പ്ലെയിനായിട്ട് എടുക്കാനായിട്ട് കുറച്ചുകൂടി രസമാണല്ലോ നമ്മൾ സ്റ്റിക്കർ ഒട്ടിച്ചാൽ. ഒരു എസ്തെറ്റിക് ലുക്ക് തന്നെയാണല്ലോ കാണാൻ. ഇതിനാണെങ്കിൽ കാര്യമായിട്ട് വലിയ പണിയൊന്നുമില്ല. പേപ്പർ എടുക്കുക, നമ്മൾ സ്കെച്ച് ചെയ്യുക, എന്നിട്ട് അതേ കളർ ചെയ്തെടുക്കുക. ഇനിയിപ്പം സ്കെച്ച് ചെയ്യാൻ അറിയില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ട്രേസ് ചെയ്താൽ മതി. അതാവുമ്പോഴും കുഴപ്പമൊന്നുമില്ല, സുഖമാണല്ലോ. അത് കളർ ചെയ്തെടുത്താൽ മതി. കളർ ചെയ്തെടുക്കുക, കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യാൻ നോക്കുക. കറക്റ്റ് ബോർഡറിൽ കട്ട് ചെയ്യാതെ, അപ്പോൾ കുറച്ച് രസം ഉണ്ടാവും കാണാൻ. പിന്നെ കട്ട് ചെയ്യലാണ് എനിക്ക് കുറച്ച് ചോറായിട്ട് തോന്നിയത്. കുറേ നേരം വെച്ച് ഇങ്ങനെ ഗ്യാപ്പ് ഇട്ട് നല്ല വൃത്തിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടേ, അപ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ആ ഒരു കട്ട് ചെയ്യൽ. പിന്നെ നമ്മൾ വേറെ പേപ്പർ എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിൽ നമ്മൾ ഇൻസുലേഷൻ ടേപ്പ് അതിൽ നേരെ ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിക്കേഴ്സ് എന്ത് ചെയ്യുക, വരിയായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ കൂടെ ഒരു ഇൻസുലേഷൻ ടേപ്പും കൂടി ഒട്ടിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മളെല്ലാം ചെയ്തെടുത്തിരിക്കണം. എല്ലാ സ്റ്റിക്കേഴ്സും അങ്ങനെ ചെയ്തെടുക്കുക. എന്നിട്ട് വീണ്ടും കട്ട് ചെയ്യുമ്പോൾ വീണ്ടും ശ്രദ്ധിക്കുക. ഇപ്പോഴും നമ്മൾ വരച്ചതിനെക്കാട്ടും കുറച്ചുകൂടി ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്യാൻ നോക്കണേ, നല്ലതേ തൊട്ടുള്ളൂ. പിന്നെ കുറച്ച് ടൈം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ. നമുക്ക് നല്ല സ്റ്റാർ സ്റ്റിക്കർ കിട്ടണില്ല, നല്ല സെറ്റ് കണ്ടിട്ട് സ്റ്റിക്കർ കിട്ടുമല്ലോ. പിന്നെ നമ്മൾ സ്കെച്ച് ബുക്ക് മേലെ ഒട്ടിച്ച് കൊടുക്കുക. നമുക്ക് എന്തെങ്കിലും ഒട്ടിക്കുമ്പോൾ അങ്ങനെ ഒട്ടിക്കും. ഇപ്പോൾ ക്യൂട്ട് സ്റ്റിക്കറാണ് വേണമെന്നുണ്ടെങ്കിൽ ക്യൂട്ടായിട്ട് ചെയ്യാം. അപ്പോൾ ഇഷ്ടമായി കാണുന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ ഗൈസ്.